വെൽക്കം ഡിയേഴ്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ള കുഴിമന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഴിയിലോട്ട് ഇറക്കിയിട്ടുള്ള മന്തി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതെങ്ങനെ ഉണ്ടാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാമല്ലോ. ഇതാണ് കുഴി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമ്പിങ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അവരിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ട് പോയാൽ മതി. പിന്നെ ചാർക്കോൾ വേണമല്ലോ, അപ്പോൾ അതൊക്കെ കരുതിയിട്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ അവിടെ ഇതിൻ്റെ ഉള്ളിൽ കണലാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അതിൽ 1 to 9 വരെയുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിലോട്ട് ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി ഇത് മൂന്നും അരച്ചിട്ടുള്ള പേസ്റ്റ് കൂടി ചേർത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ലെമണും പിഴിഞ്ഞ് കൊടുക്കണം. പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നല്ല മിക്സാക്കിയിട്ട് ഒരു മസാല രൂപത്തിലാക്കി എടുക്കണം. അതാണ് നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന ആകെയുള്ള മസാല. റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് മീറ്റിൽ പുരട്ടണം. അപ്പോൾ അത് കുറേ സമയം പുരട്ടി വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ആവശ്യമാണെന്ന് തോന്നിയാൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് വേവിക്കാൻ വെക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടെടുക്കുക. അതിലോട്ട് ഒലീവ് ഓയിലും ലെമണും പിഴിഞ്ഞ് കൊടുക്കണം. അതൊന്നും കൂടി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഈ മട്ടനിലോട്ട് നമുക്ക് പുരട്ടണം. അതേപോലെ തന്നെ ചിക്കനിലോട്ടും നമുക്ക് പുരട്ടി വെക്കണം. മസാല മീറ്റിലോട്ട് നന്നായി പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാത്രം വെക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ആകെ 2-2.5 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലക്കൂട്ടിൽ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പുറമെയാണ് ഈ 4 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നത്. ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള മട്ടൻ വേവിച്ച വെള്ളമുണ്ടല്ലോ, അതും എടുക്കുക. അതിന് പുറമെ എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും വെള്ളം എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. പിന്നെ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. ബസ്മതി റൈസാണ് ഇതിന് വേണ്ടത്.
അപ്പോൾ ചോറും ഏകദേശം റെഡിയായി. പിന്നെ നമുക്കിത് ദമ്മിടണം. ദമ്മിടുക വെച്ചാൽ കുഴിയിലോട്ട് ഇറക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണിത്. പുറത്തുനിന്ന് മറ്റുള്ളവർ തീ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വിറകിടണം, പിന്നെ ചാർക്കോളൊക്കെ ഇട്ടിട്ട് നല്ല കണലാക്കി എടുക്കണം. അതിലോട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി ഇറക്കി വെക്കുക. അപ്പോൾ നല്ല കണലായി വരണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് തീയൊന്ന് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറേ സമയം എടുത്തിട്ടാണ് ഇത്രയും തീയായി കിട്ടിയത്. അപ്പോൾ അതിലോട്ട് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസും മീറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവർ ഇവിടെ തീ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുഴിയിലോട്ട് ഇറക്കാൻ പോവാണ്. ഇത് ശരിക്കും ആദ്യം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്തോ അറിയില്ല എടുത്ത് മാറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫോയിൽ പേപ്പർ എന്തായാലും കവർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചാർക്കോളിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളത് ഒരിത്തിരി ഒന്ന് വന്ന് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡായതുകൊണ്ട് ആരും അതൊന്നും അത്ര മൈൻഡ് ചെയ്തിട്ടില്ല, നന്നായിട്ട് കഴിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടപ്പുണ്ട്. അത് അടപ്പ് അടച്ചതിന് ശേഷം നന്നായിട്ട് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കല്ലും മണലും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യണം, പൊടി ഒട്ടും ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മണിക്കൂറൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ 1.5-2 മണിക്കൂർ അത്ര മതി കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മളിത് തുറക്കാൻ പോവാണ്. കുഴിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. സൈഡിലുള്ള മണലും കാര്യങ്ങളൊക്കെ നീക്കി, പിന്നെ അതിൻ്റെ മുകളിലും കുറേ മണലുണ്ടാവും. അപ്പോൾ അതൊക്കെ നീക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ നിന്ന് പുറത്തെടുക്കൂ. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങളുടെ കുഴിമന്തി ഇതാ സക്സസ് ആയി. നമ്മളത് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കൊണ്ട് ഭയങ്കര ത്രില്ലായിരുന്നു. ഞങ്ങളുടെ ഈ കുഴിമന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്.